ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് മെക്സിക്കൻ ക്ലബ്ബായ പച്ചൂക്കയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. റയലിൻ്റെ മധ്യനിര താരങ്ങളാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റൗൾ അസൻസിയോ റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്ത് പോവുകയായിരുന്നു. ഇതോടുകൂടി റയൽ പ്രതിരോധത്തിലായി എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും 10 പേരെ വെച്ചുകൊണ്ടാണ് റയൽ കളിച്ചത്. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവക്കും പ്രതിരോധ നിരക്കും പിടിപ്പത് പണിയായിരുന്നു. കോർട്ടുവ മികച്ച പ്രകടനം നടത്തി. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു താരമുണ്ട്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഡീൻ ഹുയ്സൺ മികച്ച പ്രകടനമാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 95 മിനിറ്റ് കളിച്ചു, 97 ടച്ചുകൾ, 7 ക്ലിയറൻസുകൾ, 1 ഇൻ്റർസെപ്ഷൻ, 3 ടാക്കിളുകൾ. ഒരു തവണ പോലും എതിരാളികൾക്ക് അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 81 പാസുകളിൽ 75 എണ്ണവും സക്സസ് ആയി എന്ന് പറയുമ്പോൾ 93% ആ ഒരു പാസിംഗ് അക്യുറസി വരുന്നത്. 7 ഡുവൽസ് വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവിശ്വസനീയമായ ഒരു പ്രകടനമാണ് ഡീൻ ഹുയ്സൺ നടത്തിയിട്ടുള്ളത്. പാറ പോലെ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് മുൻ റയൽ മാഡ്രിഡ് താരമായിരുന്ന ഹൊസേലു ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. റയലിൻ്റെ വളരെ പ്രധാനപ്പെട്ട താരമായി മാറാൻ ഹുയ്സന് കഴിയും എന്നാണ് ഹൊസേലു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് സ്റ്റാർട്ടിംഗ് 11-ലെ വളരെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കും ഇനി മുതൽ ഡീൻ ഹുയ്സൺ. ഒരു വലിയ ഭാവി തന്നെ അവനുണ്ട്. റയൽ മാഡ്രിഡ് ആരാധകരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടാൻ ഈ താരത്തിന് സാധിക്കും. ഇതാണ് ഹൊസേലു ഇന്നലത്തെ മത്സര ശേഷം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഹുയ്സന്റെ പ്രകടനം ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രതിരോധ നിര സമീപകാലത്ത് റയലിൻ്റേത് മോശമാണ്. ഹുയ്സന്റെ ഒരു സാന്നിധ്യം അവർക്ക് കൂടുതൽ തുണയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.